നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരള തീരത്തിനടുത്ത് അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ തിങ്കളാഴ്ച രാവിലെ മുതൽ കത്തിക്കൊണ്ടിരിക്കുന്ന ചരക്ക് കപ്പലിൽ സാഹസികമായി ഇറങ്ങി നമ്മുടെ സേനയുടെ രക്ഷാദൗത്യം. കപ്പലിന്റെ ഭാഗത്തേക്ക് ഹെലികോപ്റ്ററിൽ ഇറങ്ങിയാണ് മുൻവശത്തെ കൊളുത്തിൽ വടം കെട്ടി കോസ്റ്റ് ഗാർഡ് കപ്പലായ സമുദ്ര പ്രഹരിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കുറച്ചു ദിവസങ്ങളായിട്ട് ആശങ്ക പടർന്നുകൊണ്ടിരിക്കുകയാണ് കേരള തീരത്ത്. ഇത് രണ്ടാമത്തെ കപ്പലാണ് അപകടത്തിൽ പെടുന്നത്. സാധാരണക്കാരെല്ലാം തന്നെ ഭയന്നിരിക്കുകയാണ്. ഇതുമൂലം ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. കാരണം അവരുടെ ഉപജീവന മാർഗമാണ് ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് തടസ്സപ്പെട്ടിരിക്കുന്നത്. ഏതായാലും കേരള തീരത്ത് നിന്ന് പുറംകടലിലേക്ക് ഇപ്പോൾ വലിച്ചു നീക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് കപ്പലിനെ. ഇതിനൊപ്പം മുംബൈ തുറമുഖത്ത് നിന്ന് എമർജൻസി ടോയിങ് വെസലായ വാട്ടർ ലില്ലി എന്ന ടഗും ഓഫ് ഷോർ വാരിയർ സപ്പോർട്ട് വെസലും അപകട സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ ഒരു മുങ്ങൽ വിദഗ്ധനും ഗുജറാത്തിലെ പോർബന്തറിൽ നിന്നുള്ള മറൈൻ എമർജൻസി റെസ്പോൺസ് സെന്ററിൽ നിന്നുള്ള സാൽവേജ് സംഘത്തിലെ 4 പേരുമാണ് കനത്ത മഴയിലും കപ്പലിൽ ഇറങ്ങിയിരിക്കുന്നത്. അപകടത്തിൽ കാണാതായ 4 ജീവനക്കാർക്കായി കോസ്റ്റ് ഗാർഡ് കപ്പലുകളായ അർണവേഷ്, രാജ്ദൂത്, കസ്തൂർബ ഗാന്ധി എന്നീ കപ്പലുകൾ തിരച്ചിൽ തുടരുകയാണ്. സചേത്, സമർത്ത്, വിക്രം എന്നീ കപ്പലുകൾ തീയണയ്ക്കാനുള്ള ശ്രമം അവിടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഡോണിയർ വിമാനങ്ങളുടെ വ്യോമ നിരീക്ഷണം ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷവും തുടരുന്നുണ്ടായിരുന്നു. തിങ്കളാഴ്ച രാവിലെ മുതൽ നാവികസേനയും തീരസുരക്ഷാ സേനയും നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായി കപ്പലിന്റെ മുൻഭാഗത്തെ തീ പൂർണ്ണമായും അണഞ്ഞതാണ് സാഹസിക ദൗത്യത്തിന് സഹായകമായത്. നിലവിൽ കേരള തീരത്തിന് 95 കിലോമീറ്റർ അകലെയാണ് കപ്പൽ. മധ്യഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ സാരമായി തീയുള്ളത്. കണ്ണൂർ തീരത്തിനടുത്ത് വാൻഹൈ 503 ചരക്ക് കപ്പലിലെ സ്ഫോടനത്തിനും തീപിടുത്തത്തിനും പ്രധാന കാരണമായത് ലിഥിയം അയൺ ബാറ്ററിയാണെന്ന് വിദഗ്ധർ. തീപിടിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതുമായ മാരക രാസവസ്തുക്കൾക്കൊപ്പം ലിഥിയം ബാറ്ററിയും ഉണ്ടായിരുന്നതിനാലാണ് 3 ദിവസം ശ്രമിച്ചിട്ടും തീയണയ്ക്കാൻ കഴിയാത്തത്. ഷോർട്ട് സർക്യൂട്ടോ ഘർഷണമോ ഉണ്ടായാൽ കത്തുന്നതും പൊട്ടിത്തെറിക്കുന്നതുമാണ് ലിഥിയം ബാറ്ററി എന്ന് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ മുൻ ജോയിന്റ് ചീഫ് കൺട്രോളറും രാസവസ്തു വിദഗ്ധനുമായ ഡോക്ടർ ആർ വേണുഗോപാൽ പറഞ്ഞു. വൻതോതിൽ ഊർജം ശേഖരിച്ചു വെക്കുന്നവയാണ് ലിഥിയം ബാറ്ററി. തീ പിടിക്കാൻ സാധ്യത കൂടുതലുള്ള ബാറ്ററികൾ കൈകാര്യം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന വീഴ്ചയോ അശ്രദ്ധയോ പൊട്ടിത്തെറിക്ക് കാരണമായിട്ടുണ്ടാകാം. രാസവസ്തുക്കൾ പ്രതിപ്രവർത്തന ശേഷിയുള്ളതും മനുഷ്യരെ പരിക്കേൽപ്പിക്കാൻ കഴിവുള്ളതുമാണ്. ഡൈമീഥൈൻ സൾഫൈഡ്, ഈഥൈൽ ക്ലോറോഫോർമേറ്റ്, ഹെക്സാമെറ്റലിൻ ഡൈ അമിൻ സൈനേറ്റ്, 25% വരെ ആൽക്കഹോൾ അടങ്ങിയ നൈട്രോ സെല്ലുലോസ്, പാരാഫോർമാൽഡിഹൈഡ് എന്നിവയാണ് ഏറ്റവും അധികം അപകടകരമായ രാസവസ്തുക്കൾ. തീപിടിക്കുന്ന ദ്രാവകങ്ങൾ, ഖരവസ്തുക്കൾ എന്നിവയും കത്തിപ്പിടിക്കാനും പൊട്ടിത്തെറിക്കാനും കഴിവുള്ളവയാണ്. ബെൻസോഫീനോൻ ഉൾപ്പെടെ പ്രതിപ്രവർത്തന ശേഷിയുള്ള രാസവസ്തുക്കളുമുണ്ട്. കീടനാശിനികൾ പോലുള്ള രാസവസ്തുക്കളും അപകടകരമാണ്. മാരകമായ രാസവസ്തുക്കൾക്കും പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾക്കുമൊപ്പം ലിഥിയം ബാറ്ററികൾ കപ്പലിൽ കയറ്റാറില്ല. ലിഥിയം ബാറ്ററിയിൽ നിന്ന് ആരംഭിച്ച പൊട്ടിത്തെറിയും തീപിടുത്തവും മാരക രാസവസ്തുക്കളിലേക്ക് വ്യാപിച്ചതാകാനാണ് സാധ്യത. വെള്ള, കറുപ്പ് നിറങ്ങളിൽ പുക ഉയരുന്നുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കത്തുമ്പോൾ വെള്ളപ്പുകയും രാസവസ്തുക്കൾ കത്തുമ്പോൾ കറുത്ത പുകയുമാണ് ഉയരുക. കപ്പലിൽ ആകെയുള്ളത് 1754 കണ്ടെയ്നറുകൾ. 1083 എണ്ണം ഡെക്കിന് അടിവശത്തായിട്ടാണ്. മുകളിലുണ്ടായിരുന്ന 671 കണ്ടെയ്നറുകൾ 24 എണ്ണമാണ് കടലിൽ വീണതെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ ലൂക്കോസ് കുര്യാക്കോസ് അറിയിച്ചു. കടലിൽ പതിച്ച 15ഓളം കണ്ടെയ്നറുകൾ കേരള കർണാടക തീരത്തേക്ക് ഒഴുകുന്നു. കോസ്റ്റ് ഗാർഡിന്റെ ഡോണിയർ വിമാനങ്ങൾ 10 മുതൽ 15 വരെ കണ്ടെയ്നറുകൾ ഒഴുകുന്നതായി കണ്ടെത്തി. തെക്ക് കിഴക്ക് ദിക്കിലേക്ക് ഒഴുകുന്ന ഈ കണ്ടെയ്നറുകൾ വ്യാഴാഴ്ച തീരം തൊട്ടേക്കാമെന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഭാരമില്ലാത്ത ചരക്കുകളാണ് ഇവയിലെന്ന് വ്യക്തമാണെങ്കിലും എന്താണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഹെലികോപ്റ്ററിൽ നിന്ന് ഡ്രൈ കെമിക്കൽ പൗഡർ ബോംബ് കപ്പലിലേക്കിട്ട് തീ അണയ്ക്കാനുള്ള ആലോചനയുമുണ്ട്. എല്ലാ ശ്രമങ്ങളും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംവിധാനമുള്ള ഹെലികോപ്റ്റർ നാവികസേന ഇന്ന് രാവിലെ സ്ഥലത്തെത്തിക്കുമെന്ന് റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കേരള തീരത്ത് പൊട്ടിത്തെറിച്ചു കത്തിയ കപ്പലിലെ തായ്വാൻകാരെ രക്ഷിച്ചതിന് ഇന്ത്യൻ നാവികസേനയ്ക്കും തീരരക്ഷാസേനയ്ക്കും നന്ദി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തായ്വാൻ കാണാതായ കപ്പൽ ജീവനക്കാർ സുരക്ഷിതരായി തിരിച്ചു വരട്ടെ എന്നും പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും എക്സിലൂടെ തായ്വാൻ പറഞ്ഞു. തങ്ങളുടെ സ്വയംഭരണ പ്രദേശമായി കരുതുന്ന തായ്വാനും കൂടി ചേർത്ത് ചൈന ചൊവ്വാഴ്ച നന്ദി പറഞ്ഞിരുന്നു.
അതേസമയം വാൻഹായ് കപ്പലിന് തീപിടിച്ച് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും കാണാതായ 4 ജീവനക്കാരെ കുറിച്ച് ഒരു സൂചനയുമില്ല. നാവിക തീരരക്ഷാ സേനകൾ ഇവരെ കണ്ടെത്താൻ കപ്പലുകളും ഡോണിയർ വിമാനങ്ങളും പ്രത്യേകമായി നിയോഗിച്ചിട്ടും ഫലമുണ്ടായിട്ടില്ല. 2 പേർ തായ്വാൻ സ്വദേശികളും ഒരാൾ ഇന്തോനേഷ്യക്കാരനും മറ്റൊരാൾ മ്യാൻമാർ സ്വദേശിയുമാണ്. ഇവർ കപ്പലിൽ തന്നെ കുടുങ്ങിപ്പോയിട്ടുണ്ടാകാമെന്ന സംശയത്തിലാണ് സേനകൾ. ആകെ ഉണ്ടായിരുന്നത് 22 ജീവനക്കാരായിരുന്നു. 18 പേരെ രക്ഷപ്പെടുത്തുമ്പോൾ ഡോണിയർ വിമാനം കപ്പലിന് മുകളിൽ നിരീക്ഷണം നടത്തുന്നുണ്ടായിരുന്നു. മറ്റു 4 പേരെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഈ സമയത്ത് ലഭിച്ചിരുന്നില്ല. നീന്താൻ അറിയുന്നവരാണ് എല്ലാവരും. ഇവർ കടലിലേക്ക് ചാടിയിട്ടുണ്ടെങ്കിൽ മണിക്കൂറുകൾക്കകം നാവിക തീരരക്ഷാ സേനകളുടെ കപ്പലുകൾക്കോ ഡോണിയർ വിമാനങ്ങൾക്കോ കണ്ടെത്താനായേനെ. കപ്പലിന്റെ മധ്യഭാഗത്തെ കണ്ടെയ്നറിൽ നിന്ന് സ്ഫോടനമുണ്ടായതിന് പിന്നാലെയാണ് തീപിടുത്തമുണ്ടായത്. കാണാതായ 4 പേർ ആ സമയത്ത് ആ ഭാഗത്ത് ഉണ്ടായിരിക്കാം എന്നാണ് സംശയിക്കുന്നത്. ഇവർ തീപിടുത്തത്തിൽ പെട്ടുപോയിരിക്കാനും ഇടയുണ്ട്. കൊച്ചി തീരത്തെ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് കപ്പൽ കമ്പനിക്ക് അന്ത്യശാസനവുമായി ഷിപ്പിംഗ് മന്ത്രാലയവും രംഗത്ത് വരികയാണ്. അവശിഷ്ടങ്ങൾ മാറ്റുന്ന നടപടിക്രമങ്ങളിൽ ഗുരുതരമായി വീഴ്ച വരുത്തിയെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കാലതാമസം വരുത്തി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി MSC കമ്പനിക്ക് ഷിപ്പിംഗ് മന്ത്രാലയം നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇന്ത്യൻ തീരത്തെയും സമുദ്ര വ്യവസ്ഥയെയും കടുത്ത ആഘാതത്തിലാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ നോട്ടീസ്. കേരള തീരത്തെ ഇതിനകം ബാധിച്ചെന്നും കേന്ദ്രം പറയുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് ജോലി നഷ്ടമായി. സാൽവേജ് നടപടിക്രമങ്ങൾ മെയ് 30 വരെ കമ്പനി വൈകിപ്പിച്ചു. തുടക്കത്തിലെ കാലതാമസം വലിയ തിരിച്ചടി ഉണ്ടാക്കി. ഇന്ധനം നീക്കുന്ന നടപടികൾ ഇനിയും തുടങ്ങിയിട്ടില്ല. 48 മണിക്കൂറിനുള്ളിൽ എണ്ണ ചോർച്ച നീക്കുന്നതിനുള്ള നടപടി തുടങ്ങണം, അല്ലെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം നടപടിയെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിവിധ ആക്ടുകൾ പ്രകാരം നടപടി തുടങ്ങും. അടിയന്തര നടപടി ഇല്ലെങ്കിൽ കർശന നടപടിയെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു. അതേസമയം സിംഗപ്പൂർ കപ്പലിലെ തീപിടുത്തത്തിലോ വാൻഹായ് ലെൻസ് ഷിപ്പിംഗ് കമ്പനിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മതിയായ ഉപകരണങ്ങളും സംവിധാനങ്ങളും ഉടൻ എത്തിക്കണം. സാൽവേജ് നടപടിക്രമങ്ങൾ വൈകിപ്പിച്ചാൽ ക്രിമിനൽ നടപടിയെന്നും ഷിപ്പിംഗ് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഷിപ്പിംഗ് കമ്പനി ഗുരുതര വീഴ്ച വരുത്തിയെന്നും ഷിപ്പിംഗ് DG പറഞ്ഞു. തീയണയ്ക്കാനോ കപ്പലിനെ നിയന്ത്രിക്കാനോ മതിയായ സംവിധാനം എത്തിച്ചില്ല. നിലവിലെ സാൽവേജ് കപ്പലിൽ മതിയായ സംവിധാനം ഒന്നുമില്ലെന്നും നോട്ടീസിൽ പറയുന്നു. ഇതിനിടെ കൊച്ചി തീരത്തിനടുത്ത് മുങ്ങിയ എൽസ 3 കപ്പലിന്റെ ഉടമസ്ഥരായ MSCയുടെ പേരിലും കേസെടുക്കേണ്ടതില്ലെന്ന നിലപാടിൽ നിന്ന് സർക്കാർ മലക്കം മറിഞ്ഞത് രാഷ്ട്രീയ തിരിച്ചടി ഭയത്തെ തുടർന്നെന്നും സൂചനകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളെ പിണക്കുന്നതിലെ അപകടം CPM തിരിച്ചറിഞ്ഞു. തീരമേഖലയിൽ കടുത്ത ആശങ്കയാണ് കപ്പൽ അപകടമുണ്ടാക്കിയത്. ഈ ഒരു സാഹചര്യത്തിൽ കഷ്ടത അനുഭവിക്കുന്നത് പാവം മത്സ്യത്തൊഴിലാളികൾ കൂടിയാണ്. കേരള തീരത്ത് 52 ദിവസം നീളുന്ന ട്രോളിംഗ് നിരോധനം തിങ്കളാഴ്ച അർദ്ധരാത്രിയാണ് നിലവിൽ വന്നത്. ജില്ലയിലെ 40ഓളം യന്ത്രവൽകൃത ബോട്ടുകൾ ഇതോടെ തീരമണഞ്ഞു. അറ്റകുറ്റപ്പണിക്കും പെയിന്റിങ്ങിനുമൊക്കെയായി ബോട്ടുകൾ കൊല്ലം ജില്ലയിലെ യാർഡുകളിലേക്ക് മാറ്റി. അവശേഷിക്കുന്നവ ഉൾനാടൻ ജലാശയങ്ങളിൽ നങ്കൂരമിട്ടിരിക്കുകയാണ്. യന്ത്രവൽകൃത ബോട്ടുകൾ തീരമണയുന്ന ട്രോളിംഗ് നിരോധന കാലത്താണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കാര്യമായ നേട്ടമുണ്ടാകുന്നത്. തൊഴിൽ നഷ്ടപ്പെട്ട ബോട്ട് തൊഴിലാളികൾ പലരും നിരോധന കാലത്ത് പരമ്പരാഗത യാനങ്ങളിൽ പണിക്ക് പോകും. പ്രതികൂല കാലാവസ്ഥയുടെ വരവാണ് പരമ്പരാഗത തൊഴിലാളികളെ ആശങ്കയിലാക്കുന്നത്. ട്രോളിംഗ് നിരോധന കാലത്ത് ചാകരയുണ്ടായാൽ കടക്കിണിയിൽ നിന്ന് കരകയറാനാകുമെന്ന പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ് പരമ്പരാഗത മത്സ്യബന്ധന മേഖല. പ്രതീക്ഷയോടെ കാത്തിരുന്ന ട്രോളിംഗ് നിരോധനത്തിന്റെ ആദ്യ ദിനങ്ങളിൽ പരമ്പരാഗത തൊഴിലാളികൾക്ക് നിരാശ മാത്രമാണ്. തോട്ടപ്പള്ളി തുറമുഖത്ത് നിന്ന് ബുധനാഴ്ച 100-നടുത്ത് വലിയ വള്ളങ്ങളാണ് പണിക്ക് പോയത്. ഇതിൽ 3 ലൈലാൻഡ് വള്ളങ്ങൾക്ക് മാത്രമാണ് മത്തി ലഭിച്ചത്. ഭൂരിപക്ഷം പേരും ഒഴിഞ്ഞ വലയുമായി മടങ്ങി. നീട്ടുവലക്കാർക്കും പൊന്തുവള്ളക്കാർക്കും മാത്രമാണ് എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടായത്. പലർക്കും മത്തിയും ചെറുമീനുകളുമാണ് കിട്ടിയത്. പ്രതികൂല സാഹചര്യങ്ങളിലും കടലിൽ പോകുന്ന തൊഴിലാളികൾക്ക് ഭീഷണിയായി കടൽ പന്നികളുമുണ്ട്. ബുധനാഴ്ച തോട്ടപ്പള്ളി തുറമുഖത്ത് നിന്ന് കടലിലിറക്കിയ ആണ്ടിയാർ ദീപമടക്കമുള്ള വള്ളങ്ങളുടെ വലകൾ കടൽ പന്നികളുടെ ആക്രമണത്തിൽ കീറി നശിച്ചു. കടലിൽ പോകുന്നത് തന്നെ സാമ്പത്തിക ബാധ്യതയാകുമ്പോൾ ഇത്തരം തിരിച്ചടികൾ നിലനിൽപ്പിന് ഭീഷണിയാണെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ചാകരയുടെ ലക്ഷണങ്ങളൊന്നും കണ്ടു തുടങ്ങിയിട്ടില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ ആശങ്ക പറയുന്നുണ്ട്. ട്രോളിംഗ് നിരോധനം വന്നതോടെ പ്രതീക്ഷയുടെ ഓളപ്പരപ്പിലേക്കാണ് ചെറുവള്ളക്കാരും പാരമ്പര്യ മത്സ്യത്തൊഴിലാളികളും വലയെറിയുന്നത്. പ്രതീക്ഷിച്ചത്ര കോളില്ലെന്ന് അവർ പറയുന്നു. ജില്ലയുടെ വടക്കൻ മേഖലയിലും മത്സ്യ ലഭ്യത കുറവായിരുന്നുവെന്ന് തൊഴിലാളികൾ പറഞ്ഞു. കടലിൽ പൊതുവെ മീൻ കുറവാണെന്നും കപ്പലിന് തീ പിടിച്ചുണ്ടായ അപകടം കാരണം ഉപരിതല മത്സ്യങ്ങൾ തീരത്ത് നിന്ന് അകന്നെന്നും അവർ ആശങ്കപ്പെടുന്നു. കാലവർഷം ശക്തമാകുമെന്ന പ്രവചനം വന്നതോടെ തൊഴിലാളികൾ ആദിയിലാണ്. കാറ്റും കോളും കാരണം കടൽ പ്രക്ഷുബ്ധമായി മീൻപിടുത്തത്തിന് നിയന്ത്രണങ്ങൾ വന്നാൽ തൊഴിലാളികൾ ആകെ ബുദ്ധിമുട്ടിലാകുമെന്നുള്ള കാര്യം അതും ഉറപ്പാണ്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു അവസ്ഥയിലൂടെ കേരളം ഇതൊക്കെ തന്നെ വേഗം മാറട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം.